കേക്കച്ചനും സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും കേൾക്കേണ്ടുന്ന മറുപടി. ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പാലക്കാട് ഡിപ്പോയിലെത്തി KSRTC ബംഗളൂരു AC ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അതിനെതിരെ പാലക്കാട് ഡിപ്പോയിലെത്തി ട്രാൻസ്പോർട്ട് ഓഫീസറെ തടഞ്ഞു വെച്ച് DYFI പ്രവർത്തകർ ആ ഓഫീസറെ ഖൊരോവോ ചെയ്യുന്നതും പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടു. അതുപോലെ BJP നേതാവ് അഡ്വക്കേറ്റ് കൃഷ്ണദാസും രാഹുലിനെതിരെ മാധ്യമങ്ങളെ കണ്ട് ഒരു ബൈറ്റ് കൊടുത്തത് നമ്മൾ കണ്ടു. ഈ ഒരു സാഹചര്യം ഒരുക്കിയത് ഈ കേക്കച്ചൻ്റെ ഈ നടപടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇടതുപക്ഷവും BJPയും പ്രതിഷേധിക്കുവാൻ കാരണം അവർ ചോദിക്കുകയാണ്, രാഹുലിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നു? ഇയാൾ കളങ്കിതനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തിരിക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരികെ എടുക്കുന്നില്ല? അദ്ദേഹത്തെ തെറ്റുകാരനായതുകൊണ്ടല്ലേ നിങ്ങൾ ശിക്ഷിച്ചത്? ആ പദവികൾ തിരികെ എടുത്തത്, മാറ്റി നിർത്തിയേക്കുന്നത്? അപ്രകാരം കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ പറഞ്ഞേക്കുന്ന, അവർ തന്നെ മാറ്റി നിർത്തിയേക്കുന്ന ഒരു കളങ്കിതനെ ഇത്തരം ഒരു പരിപാടിക്ക് വിളിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ഈ ഇടതുപക്ഷ നേതാക്കന്മാരും BJPയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് പറയുവാനുള്ളത്? ഈ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന, ഈ രാഹുലിനെ തെരുവിലിട്ട് ആക്രമിക്കുവാൻ വഴിയൊരുക്കി കൊടുക്കുന്ന, ഇപ്പോഴും ഒരു പരാതിക്കാരോ FIR ഇല്ലാത്ത ഒരു വിഷയത്തിൽ, തെളിവുകളില്ലാത്ത ഒരു വിഷയത്തിൽ ഇപ്പോഴും രാഹുലിനെ ക്രൂശിക്കുന്ന ഒരു നടപടിയെടുത്ത് ഇത്രയും ദിവസമായിട്ടും മിണ്ടാതിരിക്കുന്ന ഈ നാണം കെട്ടവൻ കേൾക്കേണ്ടുന്ന ഒരു മറുപടിയാണ് ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഇതിനൊരു മറുപടി പറയേണ്ടുന്ന, അതല്ലെങ്കിൽ തങ്ങളുടെ MLAക്ക് ഒരു പരിചയം തീർക്കേണ്ടുന്ന, ഒരു പാർട്ടിയെ നയിക്കേണ്ടുന്ന ഈ നാണം കെട്ടവൻ, ഈ കേക്കച്ചൻ ഇത് പറയുന്നത് കേൾക്കണം. ഇതെല്ലാം കണ്ട് സഹികെട്ട് രക്ഷയില്ലാതെയാവണമെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് നിങ്ങൾ കാണുക. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രാദേശിക നേതാവിനുള്ള ബോധ്യം പോലും, അദ്ദേഹത്തിനുള്ള ഒരു കരുണ പോലും ഈ നാണം കെട്ട കേക്കച്ചനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിലപാടും ബോധ്യവും എടുത്ത് ഈ നടപടി തുടരുമ്പോഴും ഈ കേക്കച്ചൻ മനസ്സിലാക്കണം, പാലക്കാട്ടെ ഈ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധം തീർക്കുവാൻ, അല്ലെ ഇതിനൊരു മറുപടി പറയുവാൻ അവർ ശ്രമിക്കുകയാണ്. അവരെയൊക്കെ നോക്കുക. ഒന്ന്, പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരെ എത്രത്തോളം പ്രതിസന്ധിയിൽ, പ്രതിരോധത്തിലാണ് ഈ കേക്കച്ചൻ ആക്കിയിരിക്കുന്നത് എന്ന് ഓർക്കുക. പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊന്നും ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കത്തില്ല. അവർക്കെല്ലാം ഈ വിഷയത്തിൽ ഇടപെടണമെന്നുണ്ട്, രാഹുലിന് സംരക്ഷണം ഒരുക്കണമെന്നുണ്ട്. പക്ഷേ ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ പണി കൊടുത്തെങ്കിലോ എന്ന് പേടിച്ചവരെല്ലാം മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ എന്തും വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞാണ് ഇതുപോലെയുള്ള താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ അവരാൽ ആകുന്ന രീതിയിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നതും ഒരു പ്രതിരോധം തീർക്കുവാൻ ശ്രമിക്കുന്നതും. ഇനി നമുക്ക് CV സതീഷിൻ്റെ വാക്കുകൾ കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. നമ്മുടെ പാലക്കാടിൻ്റെ MLA KSRTC ബസ്, ബാംഗ്ലൂരിലേക്കുള്ള AC ബസ് ഇന്നലെ രാത്രി 9 മണിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു, ഫ്ലാഗ് ഓഫ് ചെയ്തു. അത് രാത്രി 9 മണിക്ക് പോകുന്ന ബസ്സായതുകൊണ്ടാണ് അത് 9 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിനെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരുടെ വിമർശനമൊക്കെ ഉണ്ടായി. എന്നുവെച്ചാൽ മുണ്ട് തലയിലിട്ടിട്ടാണ് വന്ന് ഉദ്ഘാടനം ചെയ്ത് എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ, MLA ബോർഡ് വെച്ച വാഹനത്തിൽ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം അല്ലാതെ ഇത് വേറെ ആരാ ഉദ്ഘാടനം ചെയ്യേണ്ടത്? പാലക്കാട് MLA അനുവദിച്ച, അദ്ദേഹത്തിൻ്റെ ഫണ്ടിലൂടെ അനുവദിച്ച ബസ്, അത് അദ്ദേഹമല്ലേ ഉദ്ഘാടനം ചെയ്യേണ്ടത്? ഇതിനു മുമ്പ് MLA വിവിധ ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നേ പാലക്കാട് MP യുടെ നേതൃത്വത്തിൽ, MP യുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഗുരുവായൂർ ബസ് ഉദ്ഘാടനം ചെയ്തു. അത് MP ആണ് ചെയ്തത്. അതിനെ മാധ്യമങ്ങളെയും കണ്ടില്ല. ഇതിനു മുമ്പും ഒരു പരിപാടിക്കും മാധ്യമങ്ങളെയും കണ്ടിട്ടില്ല, മറ്റ് വിമർശനങ്ങൾ കേട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രമല്ല, ഇപ്പോൾ കൃഷ്ണദാസിൻ്റെ മറ്റു ചില പ്രചരണം, അദ്ദേഹം പാലക്കാട് MLA താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിരന്തരമായ നഗരസഭയ്ക്കെതിരെയുള്ള സമരം, അതിലിപ്പോൾ പാലക്കാട് മുനിസിപ്പൽ കോംപ്ലക്സ്, ഇവിടെ സുൽത്താൻപേട്ട മുനിസിപ്പൽ കോംപ്ലക്സുമായി വൻ അഴിമതിയാണ്. അദ്ദേഹം ഒരു ബിനാമിയെ സഹായിക്കാൻ വേണ്ടി വൻ അഴിമതി നടത്തിയെന്നുള്ളതിന് വ്യക്തമായ തെളിവ് ജില്ലാ നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ വിരളി പൂണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ മനഃപൂർവ്വം ഈ വിവരക്കേട് പറയുന്നത്. അപ്പോൾ അതിന് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവരാനായി
ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. മാത്രമല്ല മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, MLA നിരവധി ഉദ്ഘാടനം രാവിലെ എണീറ്റ വൈകുന്നേരം വരെ പല പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എല്ലാ പരിപാടിയൊന്നും മാധ്യമങ്ങളിൽ വരാറുമില്ല. ഈ ബസ് ഇതിനു മുമ്പ് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോഴും മാധ്യമങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും നിങ്ങൾക്ക് വിവരം തരാൻ തയ്യാറാണ്. നിങ്ങൾ സഹകരിക്കണം. MLA ഉദ്ഘാടനം ചെയ്യുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പരിപാടിയും, ഒരു കലിങ്ക് ഉദ്ഘാടനം ഉൾപ്പെടെ എല്ലാ ഉദ്ഘാടന പരിപാടിയും നിങ്ങളുടെ മാധ്യമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ദയവ് ചെയ്ത് വന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പാലക്കാട് MLA ആണ്. 18,840 വോട്ടിന് ജയിച്ച ജനകീയ MLA ആണ്. പിന്നെ അതിനേക്കാൾ ഉപരി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, ഡിസ്മിസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് അനുഭാവിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ ഇല്ല, DCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം സസ്പെൻഷനിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അല്ല, തീർച്ചയായിട്ടും രാഹുലിനെ ഞാൻ നേരത്തെ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനം മനുഷ്യനായാൽ ആ മനുഷ്യനെ സഹായിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞില്ല, വളരെ പെട്ടെന്നാണ് അദ്ദേഹം വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ പരിപാടിയും ഇങ്ങനെയാണോ, വളരെ പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണോ? അല്ല, ഇന്നലത്തെ ബസ് ഉദ്ഘാടനം രാവിലെ മുതൽ തന്നെ ഈ KSRTC ATO അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ഇന്നലെ KSRTC ജീവനക്കാരായ CITU BMS ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനയ്ക്ക്, INTUC ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനയ്ക്ക് ഇന്നലെ രാവിലെ തന്നെ വിവരം കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാതിനിധ്യവും ഇന്നലത്തെ ഉദ്ഘാടനത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ സംഘടനയ്ക്ക് വിവരം കൊടുത്ത് അവർക്ക് DYFIക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ യുവമോർച്ചക്കാരെ കൊണ്ടോ വേണമെങ്കിൽ എതിർക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ഇന്നലെ ചെയ്തിട്ടില്ല. അവരുടെയും കൂടി പ്രസൻസ് ഉണ്ട്. 500-ലധികം ആൾക്കാർ ഇന്നലെ ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും അവർക്കെല്ലാം കോൺഗ്രസിന്റെ അതിലെ വിഷയത്തിൽ വിമർശനം പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു. മൻസൂറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ശ്രദ്ധപ്പെട്ടിരുന്നു. അല്ല, മൻസൂറിൻ്റെ വിഷയത്തിൽ അത് ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണ്. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് രാഹുൽ വന്നാൽ സംരക്ഷിക്കുന്ന ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞ നിലപാട് പറഞ്ഞ ഒരാളാണ് മൻസൂർ. അത് തീർച്ചയായിട്ടും അറിയിച്ചില്ല, അല്ലെങ്കിൽ അവിടുത്തെ നഗരസഭയുടെ ഒരു കൗൺസിലർ കൂടിയാണ്. അപ്പോൾ അറിഞ്ഞില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പിങ്ങനെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ്, ഇന്റേണൽ ഗ്രൂപ്പിൽ നിന്നാണ് പുറത്ത്. അല്ല, അത് ഞങ്ങൾ തിരുത്തും. ഇനിയുള്ള MLA പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയും മൻസൂറിനും കൂടി അറിയിക്കും. ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള ചെറിയ കാര്യം. ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. ഏതാ ഇന്റേണൽ ഗ്രൂപ്പിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഞങ്ങൾ അന്വേഷിക്കും. തീർച്ചയായിട്ടും അന്വേഷിച്ച് നടപടി ഉണ്ടാകും. CITUവിന്റെ ചില ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തിരുന്നു. CITUവിന്റെ ചില ട്രേഡ് യൂണിയൻ നേതാക്കളെ ഇതിൽ പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു. അപ്പൊ അവർക്ക് നേരത്തെ അറിവുണ്ടല്ലോ, ഈ MLA ഉൾപ്പെടെ പങ്കെടുക്കുന്ന നേരത്തെ അറിവുണ്ടായിട്ട് അവർ പങ്കെടുത്തിരുന്നു. CITUവും BMS പങ്കെടുത്തിരുന്നു. അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാമായിരുന്നു. അതൊന്നും കണ്ടില്ല. പിന്നെ ഈ കൃഷ്ണദാസിനെ അറിയിച്ചില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര വലിപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം ഇവിടുത്തെ ഒരു വൈസ് ചെയർമാനാണ്. നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ഇന്നലത്തെ ബസ് സർവീസ് ആരംഭിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കേണ്ട കാര്യമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.